ഹായ് മലയാളത്തിന്റെ വമ്പൻ താരങ്ങൾ ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന സിനിമ മെയ് 1-നാണ് നമ്മൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. സിനിമയുടെ ബുക്കിംഗ് ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ചിട്ടുണ്ട്. മികച്ച ബുക്കിംഗ് സിനിമ നേടുന്നുണ്ട്. ബുക്ക് മൈ ഷോയിൽ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന 10,000 കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല സമയത്തും 13,000 ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിൽക്കുന്നുണ്ട്. 50 ലക്ഷത്തിൽ കൂടുതൽ സിനിമ ബുക്കിങ്ങിലൂടെ കളക്ഷനായി നേടിയിട്ടുണ്ട് എന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായും നല്ലൊരു കളക്ഷൻ. ഈ സിനിമ വലിയ ബഡ്ജറ്റിലാണ് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. 140 കോടിയോളം ബഡ്ജറ്റ് ഈ സിനിമയ്ക്കുണ്ട് എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്, അറിഞ്ഞതാണ്. ഈ കളക്ഷൻ തിരിച്ചു പിടിക്കണമെങ്കിൽ വമ്പൻ കളക്ഷൻ നേടേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പാട്രിയറ്റ് എന്ന സിനിമ വളരെ മികച്ച സിനിമയാണ് എന്നുള്ളത് തന്നെയാണ് അണിയറയിൽ നിന്ന് വരുന്ന വാർത്ത. പലപ്പോഴും പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും, ഈ സിനിമ മികച്ചതാണോ, പ്രേക്ഷകർ ഇഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ അണിയറക്കാർക്ക് ഒരു സംശയമില്ല, സിനിമ മികച്ചതാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. നമ്മൾ കേട്ടതും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ കേട്ടു. അത് സത്യമാണോ അല്ലയോ എന്ന് നമ്മൾക്കറിയില്ല. സത്യമാണ് എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. പാട്രിയറ്റ് എന്ന സിനിമ വമ്പൻ വിജയം നേടണമെങ്കിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഫാൻസ് കൈകോർക്കുക തന്നെ വേണം. എല്ലാവരും ഒരുമിച്ച് സിനിമ ആസ്വദിക്കണം, സിനിമയ്ക്ക് കൈയടിക്കണം. എല്ലാവരും ഒരുമിച്ച് സിനിമ കണ്ടാൽ മാത്രമേ സിനിമ വലിയ വിജയത്തിലേക്ക് പോവുകയുള്ളൂ. കാരണം വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ്. ഇവിടെ മോഹൻലാൽ ഫാൻസിന്റെ കയ്യിലാണ് പാട്രിയറ്റ് എന്ന സിനിമയുടെ വലിയ വിജയം നിൽക്കുന്നത്. ഞാൻ മോഹൻലാൽ ഫാൻസിന്റെ കയ്യിലാണ് എന്ന് പറയാൻ കാരണമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളത്തിന്റെ മഹാനടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. മലയാളത്തിന്റെ എന്നല്ല, ലോക സിനിമയിലെ തന്നെ വലിയ നടന്മാരാണ്. ഇവരിൽ ആരാണ് മികച്ചത് എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പല ആൾക്കാർക്കും പല അഭിപ്രായമാണ്. രണ്ടുപേരുടെയും രണ്ട് ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ആരാണ് മികച്ചത് എന്ന് പറയാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ആർക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്റ്റാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് മോഹൻലാൽ തന്നെയാണ്. മമ്മൂട്ടിയെക്കാളും സ്റ്റാർഡത്തിൽ ഒരുപാട് മുകളിലാണ് മോഹൻലാലിന്റെ സ്ഥാനം. മമ്മൂട്ടിയെ മമ്മൂട്ടി ഫാൻസ് ഉൾക്കൊള്ളുന്നത് പോലെ മോഹൻലാലിനെ മോഹൻലാൽ ഫാൻസ് ഉൾക്കൊള്ളണം എന്നില്ല. അതായത് മമ്മൂട്ടി ഏത് തരം വേഷം ചെയ്താലും മമ്മൂട്ടി ഫാൻസ് അത് ഇരുകൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ മോഹൻലാലിനെ അങ്ങനെ സ്വീകരിക്കണം എന്നില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ രജനീകാന്ത് എന്ന നടനെ എല്ലാ തരത്തിലും പ്രേക്ഷകർ സ്വീകരിക്കില്ല. പക്ഷെ കമൽഹാസൻ എന്ത് ചെയ്താലും പ്രേക്ഷകർ സ്വീകരിക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉള്ളത്. പാട്രിയറ്റ് എന്ന സിനിമയിൽ മോഹൻലാലിന് മികച്ച വേഷമാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞെടുത്തോളം ഒരു പക്ഷേ മോഹൻലാൽ ഫാൻസിന് ദഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായേക്കാം. സിനിമയിൽ അത് വളരെ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് മോഹൻലാൽ ഫാൻസ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സിനിമ വലിയ വിജയത്തിലേക്ക് പോകും. മോഹൻലാൽ ഫാൻസിന് അത് ഇഷ്ടമായില്ല എങ്കിൽ അവർ സിനിമയെ തള്ളിക്കളയും. മോഹൻലാൽ ഫാൻസ് സിനിമയെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് അത് വലിയ തിരിച്ചടിയാവും. സിനിമ എത്ര മികച്ചതായാലും മോഹൻലാൽ ഫാൻസ് തള്ളിക്കളഞ്ഞാൽ അത് സിനിമയ്ക്ക് വലിയൊരു തിരിച്ചടിയാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാർക്കും പല സംശയങ്ങളുണ്ടാവും, എന്താണ് പറഞ്ഞു വരുന്നത് എന്ന്. തീർച്ചയായും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും ഒരു കാര്യം പറയാം, ഇതിന്റെ ക്ലൈമാക്സ് ഷൂട്ടിൽ മോഹൻലാൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മുൻപ് പല വീഡിയോസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ കണ്ടു കാണും, മോഹൻലാൽ ഉണ്ടായിരുന്നില്ല ക്ലൈമാക്സ് ഷൂട്ടിൽ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, ആ സിനിമയിൽ മോഹൻലാലിന്റെ ക്യാരക്ടറിന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം. എന്തായാലും സിനിമയെക്കുറിച്ച് നല്ല വാർത്തകളാണ് പുറത്തു വരുന്നത്. മോഹൻലാലിന്റെ ക്യാരക്ടർ മോഹൻലാൽ ഫാൻസിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സിനിമ വേറെ ലെവലാവും, അല്ലെങ്കിൽ സിനിമയുടെ വിജയം താഴേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. എന്തായാലും സിനിമയുടെ ബുക്കിംഗ് ഗംഭീരമാണ്. 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.